ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കിഡ്സിനുള്ളൊരു ക്രോപ്പ് ടോപ്പ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. ഫ്രണ്ട് പാർട്ടിൻ്റെ ഇതുപോലെ മെറ്റീരിയൽ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ലൈനിങ് പാർട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അളവുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ആദ്യം ലൈനിങ് നമുക്ക് ഇതിന് മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അളവുകളൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ നെക്കും കൂടിയിട്ട് ഞാൻ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ 2.25 ആണ്. നെക്ക് ഇറക്കം 3 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഷോൾഡർ ഇതുപോലെ 2.25 ഇഞ്ച്, നെക്ക് അകലും 2.25 ഇഞ്ച്. നമുക്ക് കൈക്കുഴിയുടെ ഇറക്കമാണ് ഏർപ്പെടുത്തി കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 ഇഞ്ചാണ് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ സ്ക്വയർ പോലെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇറക്കം 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. വണ്ണം, തയ്യൽ തുമ്പും എല്ലാം കൂട്ടിയിട്ട് ഞാൻ 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നില്ല. നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കൈക്കുഴിയുടെ ഭാഗം കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അതും ഇതുപോലെ മെറ്റീരിയൽ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഇത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്ക് വി നെക്കായിട്ടാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. നന്നായി ഇറക്കിയിട്ടാണ് നമ്മളത് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. നേരത്തെ പോലെ ഷോൾഡറും നെക്കൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമ്മൾ 5.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. നെക്കും ഷോൾഡറും 4.5 ഇഞ്ച്, കൈക്കുഴി 4 ഇഞ്ച്. ഇവിടെ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കത് കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ശേഷം നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവ്സ് ഞാനിവിടെ പഫ് സ്ലീവ്സാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ രണ്ടാക്കിയിട്ട് മെറ്റീരിയൽ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ ഒന്നുകൂടി മടക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. പഫ് സ്ലീവ്സ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പം നമുക്കിതിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. 8.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പ്ലീറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് അളവും കൂട്ടിയിട്ടെടുക്കാം. അതുപോലെ ഇറക്കം ഞാനിവിടെ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്കിതുപോലെ മുകളിലത്തെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കണം. പ്ലേറ്റ് ഇടുന്ന ഭാഗം ഇതുപോലെ ഒന്ന് വരച്ചിട്ട് താഴത്തേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ അറ്റത്ത് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 4.5 ഇഞ്ചിലാണ് പ്ലേറ്റുകൾ ഇടുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പീസ് കൂടി നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇറക്കം ഒരു 17 ഇഞ്ചാണ്. ഇതുപോലെ 1.5 ഇഞ്ച് വീതിയിലുള്ളൊരു പീസ് തുണിയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അത് താഴെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഫ്രണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. നല്ല പീസിൻ്റെ മുകളിൽ ഇതുപോലെ ലൈനിങ് മെറ്റീരിയൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിലത്തെ പീസും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇവിടെ ഫ്രണ്ട് പാർട്ട് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ പീസൊക്കെ കട്ട് ചെയ്തിട്ട് കളയണം. എന്നിട്ട് നെക്കിൻ്റെ കൊള്ളാതെ, സ്റ്റിച്ചിൻ്റെ മുകളിൽ കൊള്ളാതെ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം. അതുപോലെ ബാക്ക് നെക്കും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അതും അതുപോലെ തന്നെ ഉള്ളിലത്തെ പീസുകളൊക്കെ കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല ഭാഗത്തേക്ക് നമുക്ക് മറിച്ചിട്ടെടുക്കാം. നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ടിട്ട് പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ നമ്മൾ താഴത്തേക്ക് കട്ടിങ് കൊടുക്കണം. നമുക്ക് ഹുക്കുമായി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് അതുകൂടി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം.
പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹുക്കും ആയും വെക്കാനുള്ള പട്ടയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ ഹുക്ക് വെക്കാനും മറ്റേ സൈഡിൽ ആയി വെക്കാനുള്ള പീസ് നമുക്കിതിന് ജോയിൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇതേപോലെ മടക്കിയിട്ട് വേണം അത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാൻ. ഇത് നമ്മൾ ഹുക്ക് വെക്കാനുള്ള പട്ടയാണ്. ഇനി ഇതായി വെക്കാനുള്ളതാണ്. ആയി വെക്കാനുള്ള പട്ട ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടിയും കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ആയി വെക്കാനുള്ള ഭാഗം കൂടിയും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്കത് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഹുക്കുമായി വെക്കാനുള്ളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല ഭാഗങ്ങൾ വെച്ചതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ച് വീതം മുകളിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഷോൾഡർ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ്സാണ് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പഫ് സ്ലീവ്സാണ്. അപ്പോൾ നമ്മളിതുപോലെ സ്ലീവ്സിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ താഴത്തേക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ പ്ലീറ്റുകളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവ്സ് കൂടി സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെയാണ് പഫ് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്രോപ്പ് ടോപ്പിൻ്റെ താഴത്തെ ഭാഗം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. അതുപോലെ സൈഡ് കൂടി ജോയിൻ ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. 2 സ്ലീവ്സ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് താഴത്തെ ഭാഗം കൂടി ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ട് വരാം. താഴത്തെ ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഫ്രണ്ട് പാർട്ടും ബാക്ക് സൈഡും അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് സൈഡ് കൂടിയും ജോയിൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം.